സലാം പൊന്നാട്, അബ്ദുൽ കലാം, സഫറുദ്ദീൻ, മൻഷാദ് തുടങ്ങി 15 പേരാണ് ഈ കേസിൽ പ്രതികൾ. ഇവർക്കെല്ലാം തന്നെ ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. വിദ്യ. ശരി തുളസി, തിരികെ എത്താം. ഇപ്പോൾ അൻഷാദ് മാന്നാർ ചേരുന്നുണ്ട്. അൻഷാദ്, കോടതി വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. 15 പ്രതികൾക്കും വധശിക്ഷയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. യാതൊരു ദയയും ദാക്ഷിണ്യവും ഒന്നും പ്രതി അർഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 15 പ്രതികളും നേരത്തെ തന്നെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദയ അർഹിക്കുന്നില്ല, തീർച്ചയായും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടവർ തന്നെയെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ എപ്പോഴാണ് പ്രതികളെ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നത്? മറ്റെന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കോടതിയിൽ നിന്നും പ്രതികളെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്, ജയിലിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദം അതേപടി അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് ഇന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി PG ശ്രീദേവി പ്രസ്താവിച്ചിട്ടുള്ളത്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ 1 മുതൽ 15 വരെയുള്ള പ്രതികൾക്കും വധശിക്ഷ ആണ് ഇവിടെ വിധിച്ചിട്ടുള്ളത്. പ്രതികൾ ആരും തന്നെ ദയ അർഹിക്കുന്നില്ലെന്നും ആസൂത്രിതമായി കരുതിക്കൂട്ടിയ ഒരു കൊലപാതകമാണെന്ന് കോടതി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് 15 പ്രതികൾക്കും വധശിക്ഷ നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നാട്ടിൽ നടന്നിട്ടുണ്ട് എങ്കിലും അതിലും വ്യത്യസ്തമായി ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി പകരത്തിന് പകരം എന്നുള്ള നിലയിൽ ആളുകളെ കൊലപാതകം നടത്താനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം നടന്നിട്ടുള്ളതെന്ന് കോടതി കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ 15 പ്രതികൾക്കും വധശിക്ഷയാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോ അത് കൂടാതെ തന്നെ ജീവപര്യന്തം തടവുകളും ഒക്കെ തന്നെ ഈ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ചുമത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും മിനിറ്റുകളിൽ മാത്രമേ നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. അൻഷാദ്, ഇതുമായി പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. പ്രതികളെ മാധ്യമങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ? എങ്ങനെയാണ് അവർ ഇതിനോട് പ്രതികരിക്കുന്നത്? ശാന്തരായാണോ? എന്താണ് പ്രതികളുടെ ഇപ്പോഴത്തെ നില? വലിയ ഒരു പോലീസ് സുരക്ഷാ വലയത്തിന്റെ നടുവിൽ കൂടിയാണ് ഈ പ്രതികളെ 14 പേരെയും പോലീസ് കോടതിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ പ്രതികളിൽ ആരിൽ തന്നെയും യാതൊരുവിധമായ ഭാവ വ്യത്യാസങ്ങൾ കാണാൻ നമുക്ക് സാധിച്ചില്ല. വളരെ സന്തോഷവാന്മാരായി തന്നെയാണ് അവർ തിരികെ കോടതിക്ക് പുറത്തേക്ക് വന്ന് ജയിലിനുള്ളിലേക്ക് കടന്നിട്ടുള്ളത്. അതിഭയങ്കര സുരക്ഷാ വലയമാണ് കോടതിക്കുള്ളിലും പുറത്തും പോലീസ് ഒരുക്കിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് കോടതി വളത്തിനുള്ളിൽ ഇപ്പോൾ പ്രവേശനം നിയന്ത്രിച്ചിട്ടുള്ളത്. അൻഷാദ്, ഏതെങ്കിലും ഈ ഒരു വിധി പ്രസ്താവം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? അവരുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ശ്രീനിവാസന്റെ കുടുംബം പുറത്തേക്ക് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഉടൻ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അൻഷാദ്, ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു വിധി വന്നിരിക്കുകയാണ്. വധശിക്ഷ എന്ന വിധിക്കുന്നതിന് മുൻപ് തന്നെ കടുത്ത സുരക്ഷയിലാണ് ആലപ്പുഴ ഇപ്പോൾ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള സുരക്ഷ ജില്ലയിൽ ഒട്ടാകെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവങ്ങൾ നടന്നിട്ടുള്ള മണ്ണഞ്ചേരിയിലും ആലപ്പുഴയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. SDPI പ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ആക്രമണങ്ങളിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നൊരു പ്രതീക്ഷ പോലീസ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചേക്കാം, അതിനെ തടയുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു കനത്ത സുരക്ഷയിൽ ഇന്ന് ആലപ്പുഴ നഗരമുള്ളത്. ഏതെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട ഇവരുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലൊരു വിധി പ്രസ്താവം കേൾക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രതികളുടേത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഒക്കെ തന്നെ വിധി പ്രസ്താവം കേൾക്കുന്നതിനായി കോടതി പരിസരത്തുണ്ടായിരുന്നു. യാതൊരുവിധമായ പ്രകോപനമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായില്ല. അതിനൊക്കെ തന്നെ പോലീസിന്റെ വലിയ രീതിയിലുള്ള മസ്തിയിൽ ഉൾപ്പെടെ പോലീസിനെ കോടതി പരിസരത്ത് പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരുവിധമായ പ്രശ്നങ്ങളും ഇവിടെ ഇതുവരെ കാണാനോ കേൾക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവരെ ഏത് ജയിലിലേക്കാണ് തിരികെ കൊണ്ടുപോയിരിക്കുന്നത്? എന്താണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്നാണ് ശിക്ഷാവിധി? എന്നത്തേക്ക് അങ്ങനെ എന്തെങ്കിലും വസ്തുതകൾ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ശിക്ഷാവിധി എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ഇവരെ പാർപ്പിച്ചിട്ടുള്ള മാവേലിക്കര സബ് ജയിലിലേക്കാണ് ഇപ്പോൾ വീണ്ടും കയറ്റിയിട്ടുള്ളത്. തുടർ സമയങ്ങളിൽ അറിയാൻ കഴിയും ഇവരെയൊക്കെ ഏതൊക്കെ ജയിലിലേക്കാണ് മാറ്റുക എന്നുള്ള വിവരം. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അൻഷാദ്, തിരികെ എത്താം. ഇപ്പോൾ തുളസി ചേരുന്നുണ്ട്. തുളസി, ഈ ഒരു പ്രതികളെ എല്ലാവരെയും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അൻഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെല്ലാവരും വളരെ നിസ്സംഗരാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഭാവവ്യത്യാസമൊന്നുമില്ലാതെയാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും പശ്ചാത്താപമില്ലാത്ത രീതിയിൽ എന്ന് സൂചിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണ് ഒരു പക്ഷേ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്?
എടുത്തോ. ഇത് സെപ്പറേറ്റ് ഇട്ടാ പോരാ. അത് ജി ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 15 പ്രതികൾ